ഇപ്പോൾ പണ്ടൊക്കെ പെരുന്നാളൊക്കെ വരുമ്പോൾ മാത്രമേ വീട്ടിൽ ബിരിയാണി വെക്കത്തുള്ളൂ. ബിരിയാണി വെക്കാൻ എന്തോ വലിയ സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്രയേ ഉള്ളടോ, എളുപ്പമാണ്. നല്ല അടിപൊളി പൊരിച്ച കോഴീൻ്റെ ബിരിയാണിയുടെ റെസിപ്പി കാണാവേ. ചിക്കനിലോട്ട് താണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കോൺഫ്ലവർ, ഉപ്പ്, തൈര് ഇത്രയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. അയ്യോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നുപോയി. ഇട്ടോളൂ, ഞാൻ ഇടുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ കൈ വെച്ച് ഞെരടി മിക്സ് ചെയ്തിട്ട് കുറച്ചേറെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ടങ്ങ് മാറ്റാം. എന്നിട്ട് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴത്തേക്ക് 2 മണിക്കൂറായി കേട്ടോ. ഷടപടി എന്ന സമയം പോകുന്നത്. ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാതെ. കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് ഈ ഒരു അരപ്പ് എങ്ങോട്ടും പോകത്തില്ല, ചിക്കന് തന്നെ പിടിച്ചിരുന്നോളും. നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് പൊരിച്ച് കോരാൻ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നല്ല കനം കുറച്ചെറിഞ്ഞൊരു 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് മുകളിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോഴത്തേക്കും നമുക്കിവിടെ അരിയുടെ കാര്യം നോക്കാം. കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് അതിനകത്തോട്ട് നെയ്യും സൺഫ്ലവർ ഓയിലും കുറച്ച് നാരങ്ങ നീരും ഇട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കാവേ. എന്നിട്ട് നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാം. നമ്മുടെ ബിരിയാണിയുടെ ഏറെക്കുറെയൊക്കെ പണി കഴിയാറായി. എന്നിട്ട് നമ്മൾ ബിരിയാണി വെക്കുന്ന പാത്രം എടുത്ത് അതിനകത്തോട്ട് സ്പൈസസ് ഏറെക്കുറെ ഇട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ആ ഒരു പച്ചക്കുത്തല മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി നമ്മുടെ കറിവേപ്പും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും അങ്ങോട്ട് ഇളക്കി തുടങ്ങണം. എന്നിട്ടൊരു 2 സവാള കനം കുറച്ചരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് വീണ്ടും നമ്മുടെ ഇളക്കലങ്ങോട്ട് തുടങ്ങുക. കുറച്ച് ഉപ്പിടാൻ മറക്കല്ലേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നും പറഞ്ഞാൽ ഒരുപാടങ്ങ് വാടണ്ട, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പഴുപഴുത്ത തക്കാളിയില്ലേ, ഒരു 1.5 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 തക്കാളിയും കൂടി ഇട്ട് നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കണം. കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. അതും കൂടി ഇട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരിയ നമ്മുടെ ഉള്ളിയും കൂടി ഇടണേ. ഇട്ട് കൊടുത്ത് കുറച്ചേറെ മല്ലിയില, പുതിനയില, തൈര്. മിൽക്കി മിസ്റ്റിൻ്റെ തൈരാകുമ്പോൾ നല്ല ക്രീമി ഫിനിഷ് ആയിരിക്കും. അതെടുക്കാനായിട്ട് എല്ലാവരും നോക്കണേ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പൊരിച്ചക്കോഴിയില്ലേ, പൊരിച്ചക്കോഴി ഇതിലോട്ടെടുത്തങ്ങ് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം, നല്ല രീതിയിൽ വെട്ടിത്തിളപ്പിച്ച 2 ഗ്ലാസ് വെള്ളം ഇതിലോട്ടൊഴിക്കണം. ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു തിള വരുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണോടെ. ബിരിയാണിക്ക് അല്ലേ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ചേറെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ടതിന് ശേഷം നമ്മുടെ അരി അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അരി അങ്ങോട്ട് നന്നായിട്ട് ചോറ് വിളമ്പി അതിനകത്തോട്ട് ഇടണം. ദം ചെയ്യാൻ പോവാണേ. കുറച്ചേറെ ഞാൻ എവിടെ പോയെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതെവിടെയും പോയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, മല്ലിയില, പുതിനയില, കുറേയേറെ നെയ്യ് ഇതെല്ലാം കൂടി ഇട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കങ്ങ് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. എന്തോ മണമെന്നറിയോ? നല്ല പൊരിച്ച കോഴീൻ്റെ ബിരിയാണിയുടെ മണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊരു വാഴയിലും കൊണ്ട് വാട്ടി അതിലോട്ടിട്ട് ഒരു മുട്ടയും ഇട്ട് കുറച്ച് ക്യാരറ്റ്, ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊരു സാലഡും ഉണ്ടാക്കി പപ്പടം ഉണ്ടാക്കി മമ്മ തിന്നു.